യൂണിറ്റ് എന്ന് പറഞ്ഞത് തന്നെ എല്ലാ യൂണിറ്റിൽ നിന്നും വന്നത് വരെ അടുത്ത പ്രദേശത്തുകാരാണ്. ദൂരമുള്ളവരൊക്കെ യൂണിറ്റ് എന്നല്ല സോണിലാണ് 2-3 ആളുകൾ വന്നിട്ടുള്ളത്. അത്രയും ഒരു സോണിൽ നിന്ന് ഒരു യൂണിറ്റിൽ നിന്നില്ല, അത്രയും ആളുകളുണ്ടായി. അൽഹംദുലില്ലാഹ് ഈ ജനങ്ങൾ ഇവിടെ ജനനിപുട്ടമായി. എന്തുകൊണ്ട്? ഇത് ഹക്കാണ്, സത്യമാണ്. ഈ സത്യം ഇവിടെ എന്നും നിലനിൽക്കും. ലാ തസാലു ഖായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം എപ്പോഴും നിലനിൽക്കും, സത്യത്തിന്റെ മേൽ നിലനിൽക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പാർട്ടിയായി നമ്മളിവിടെ നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ആയുസ് മുഴുവനും ഇതിനു വേണ്ടിയാവണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതിനാൽ നമ്മുടെ SYSന്റെ 60ാം വാർഷിക സമ്മേളനം ഇന്നു മുതൽ, നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ നിങ്ങളെ ഹൃദയത്തിലിരിക്കട്ടെ, നിങ്ങളെ പ്രവർത്തനത്തിലുണ്ടാവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരുപാട് സമ്മേളനങ്ങളുണ്ട്. അതിലൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ ഇതിൻ്റെ പ്രചരണമായിക്കോട്ടെ. ഡിസംബറിൽ മർക്കസിന്റെ സമ്മേളനമുണ്ട്, അതിന്റെ പ്രചരണം ഈ സമ്മേളനത്തിന്റെ പ്രചരണമാവട്ടെ. നാളെ 26-27 SMA പ്രതിനിധി സമ്മേളനം തൃശ്ശൂരിൽ നടക്കുന്നു. അതും SYSന്റെ 60ാം വാർഷികത്തിന്റെ പ്രചരണമാവട്ടെ. അങ്ങനെയെല്ലാം നമ്മുടെ സ്ഥാപനത്തിന്റെ ദാറുൽ ഫലാഹ് വയനാട്ടിലെ നമ്മുടെ സ്ഥാപനം, കേന്ദ്രമായ സ്ഥാപനം, അതിന്റെ സമ്മേളനമുണ്ട്. അതും നമ്മുടെ SYSന്റെ പ്രവർത്തനം തന്നെ. അതുകൊണ്ട് ഒരു സമ്മേളനവും ഒരു പ്രവർത്തനവും ഈ സമ്മേളനത്തെ തടസ്സപ്പെടുത്തുകയില്ല. പിന്നെ മറ്റൊന്ന്, നമ്മുടെ മുഅല്ലിമീങ്ങളോട് എനിക്ക് വലിയ ഒരു കൃതജ്ഞത പറയാനുണ്ട്. മുഅല്ലിമീങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. ഏതായാലും നമ്മുടെ മുഅല്ലിം സുഹൃത്തുക്കൾ ഈ കാണുന്ന ഇതിലും അധികം മുഅല്ലിമീങ്ങളെ തന്നെ സംഘടിപ്പിക്കാനുണ്ട് നമുക്കിവിടെ. അവര് സംഘടിക്കാനും അവരൊരു സമ്മേളനം നടത്താനും തീരുമാനിച്ചതായിരുന്നു. ജനുവരിയിൽ. പക്ഷേ അതിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്ത് സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ആ മുഅല്ലിമീങ്ങൾ മാത്രം എന്തായിരുന്നു കഴിഞ്ഞ കൊല്ലം പാലക്കാട്ടൊക്കെ ഒരുമിച്ച് കൂടിയത്, ഇതുപോലുള്ള വലിയ സദസ്സ് മുഅല്ലിമീങ്ങൾ മാത്രം ഒരുമിച്ച് കൂടി. അങ്ങനെയുള്ള ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് മുഅല്ലിമീങ്ങളുടേത് ഉണ്ട്. അതിന്റെ ആമുഖമായി ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉദ്ദേശിച്ചതിനും അപ്പുറം ഒരു വിജയിക്കും. അത് ഒരു മാസം അങ്ങോട്ട് പിന്തിച്ചുകൊണ്ട് SYSന്റെ 60ാം വാർഷികം കഴിഞ്ഞതിന്റെ ശേഷം ആവാമെന്ന് അതിന്റെ നേതാക്കളൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ മുഅല്ലിമീങ്ങൾക്കും അത് സമ്മതമാണ് എന്ന നിലക്ക് ആ മുഅല്ലിമീങ്ങളോട് എന്റെ അതിയായ സന്തോഷം അറിയിക്കുകയും, അതിയായ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണോ നേതൃത്വം സ്വീകരിക്കുന്നത്, തീരുമാനിക്കുന്നത്, അത് നടപ്പിലാക്കാനും പ്രവർത്തിക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് അഭിപ്രായ വ്യത്യാസമില്ലാതെ നിൽക്കുന്ന, അംഗീകരിക്കുന്ന മുഅല്ലിമീങ്ങളും മുദർരിസീങ്ങളും ഉസ്താദുമാരും
എല്ലാമാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാഹ്. ഇതിപ്പം മുഅല്ലിമീങ്ങളുടെ സമ്മേളനം കാണുമ്പോൾ അതും നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. SYSന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു മുത്തഅല്ലിം സമ്മേളനം തന്നെ സംബന്ധിക്കാൻ ഇപ്പോൾ സ്ഥലം പോരായ നമുക്ക്. ഒരു മുത്തഅല്ലിം സമ്മേളനം കൂട്ടാൻ വരെ യഥാർത്ഥത്തിൽ സ്ഥലം ഇല്ലാത്ത അവസ്ഥയാണ്. അത്രയും അധികം ആളുകൾ ഉണ്ട്. സംശയം വേണ്ട. അല്ലാഹു തആല ചെയ്ത നിഅമത്താണ്. അങ്ങനെ മുത്തഅല്ലിം സംഗമം, മുഅല്ലിം സംഗമം, മുദർരിസുമാരുടെ സംഗമം, ഇതെല്ലാം ഉണ്ടാകും. എല്ലാം നാം സ്വീകരിക്കുകയും ഒന്നിനെ ബുദ്ധിമുട്ടിക്കുകയില്ല. തീർച്ചയായും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ യസ്സിറ വലാത്ത അസ്സിറ, നിങ്ങൾ എളുപ്പം ചെയ്തു കൊടുക്കണം, ഞെരുക്കുണ്ടാക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജമിയത്തുൽ മുഅല്ലിമീന്റെ യോഗം അങ്ങോട്ട് ബന്ധിച്ചത്. അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ 3 എണ്ണം ആയിപ്പോയാൽ അപ്പോൾ യസ്സിറ എന്നുള്ളത് ഉണ്ടാവില്ല, കുറച്ച് ബുദ്ധിമുട്ടായി പോകും. അപ്പൊ ബുദ്ധിമുട്ടാവരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഹദീസ് നമ്മുടെ മുഅല്ലിമീങ്ങൾ ഉസ്താദന്മാരൊക്കെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അതൊന്ന് അങ്ങോട്ട് മാറ്റിയത്. അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം എല്ലാം എളുപ്പമാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടികൾ നടക്കും. SYSന്റെ 60ാം വാർഷിക സമ്മേളന പ്രഖ്യാപനം നടത്തുകയാണ്. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം നമ്മുടെ മഹല്ലത്തുകളിലെല്ലാം പ്രചരിപ്പിക്കണം. അതിന്റെ മദ്രസകൾ നമ്മുടെ മഹല്ലത്തുകളിലെല്ലാം ഉണ്ടാക്കണം. വലൗ വഹദി എന്ന് പറഞ്ഞതുപോലെ ഒരു കുട്ടിയാണെങ്കിലും തുടങ്ങി തന്നെ മദ്രസ. അപ്പൊ 6 മാസം കഴിയുമ്പോൾ 100 കുട്ടിയാവും. അത് നമ്മുടെ പാഠപുസ്തകത്തിന്റെ നന്മ അതാണ്, നമ്മുടെ സിലബസിന്റെ നന്മ അതാണ്. നമ്മുടെ പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഇങ്ങനെ കിണറ്റുള്ള തവളിനെ പോലെ കിടക്കല്ല നമ്മളെ ബോർഡ്. നമ്മളെ ബോർഡ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളരെ വിപുലമായ നിരക്ക് നടക്കുകയാണ്. ആ ബോർഡ് 7 ഭാഷയിൽ, സാന്ദർഭികമായി ഞാൻ പറയട്ടെ 2 വാക്ക്. 7 ഭാഷയിൽ നമുക്ക് പാഠപുസ്തകമുണ്ട്. മലയാളം, അറബി മലയാളം, അറബി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഉറുദു, ഇങ്ങനെ 7 ഭാഷയിൽ ഇന്ന് നമ്മുടെ മദ്രസ പാഠപുസ്തകം ഉണ്ട്. അത് കോഴിക്കോട്ടല്ല, ഡൽഹി. ആർക്ക് വേണമെങ്കിലും അഡ്രസ് അൻസാരി റോഡ്, ദറിയാഗഞ്ച്, ഗട്ട മസ്ജിദ്, ഡൽഹി. പോയി നോക്ക്. വലിയ ബുക്കെടുപ്പോ അവിടെ ഉണ്ട്. 7 ഭാഷയിൽ. ഇന്ത്യ രാജ്യത്ത് മുഴുവനും നമ്മുടെ മദ്രസകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അംഗീകരിക്കപ്പെട്ട മദ്രസകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരംഭിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി എന്റെ പ്രവർത്തകരോട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങൾ, കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു മഹാസമ്മേളനത്തിന്റെ പ്രഖ്യാപനമാണ് നടക്കാനിരിക്കുന്നത്. മഹത്തായ ആ പ്രഖ്യാപനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അറിയിക്കുന്നു. സമ്മേളനം 4 വരികളിലായിക്കൊണ്ടാണ് ഉസ്താദിന്റെ പ്രഖ്യാപനം നടക്കുന്നത്. ഓരോ വരിയും ഉസ്താദ് പ്രഖ്യാപിക്കുമ്പോൾ
അതിന്റെ ആവേശത്തോടുകൂടെ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് സമ്മേളനത്തെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ലിക്കോട്ടെ. SYS 60ാം വാർഷിക സമ്മേളനം. അല്ലാഹു അക്ബർ. നഗരി താജുൽ ഉലമാ നഗർ. അല്ലാഹു അക്ബർ. പ്രമേയം സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം. അല്ലാഹു അക്ബർ. കാലം 2015 ഫെബ്രുവരി 27, 28, മാർച്ച് 1. സ്ഥലം മലപ്പുറം ജില്ല. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനം ആ നിശ്ചയിച്ച തീയതിക്ക് നടക്കും. അല്ലാഹു അത് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്സത്തോടെ നടത്താൻ അർഹമുർ റഹീമായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. SYS ജിന്ദാബാദ്. SYS ജിന്ദാബാദ്. 60ാം വാർഷികം ജിന്ദാബാദ്. 60ാം വാർഷികം ജിന്ദാബാദ്. താജുൽ ഉലമാ നഗർ ജിന്ദാബാദ്. താജുൽ ഉലമാ നഗർ ജിന്ദാബാദ്. സമ്മേളനത്തിന്റെ ഇനി പ്രസംഗം ഇരിക്കുക. ഇനിയും പേരുടെ ബ്രഹ്മൻ സഖാഫി അടക്കം പലരും, ജലീൽ സഖാഫി, എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. ഇടയ്ക്ക് സഖാഫികളോട് മാത്രം ഒരു വിവരം പറയുന്നു. കത്ത് അയക്കാൻ കഴിയാത്തതുകൊണ്ട് ജൂൺ 7-ാം തീയതി ശനിയാഴ്ച സഖാഫി സംഗമവും ഖത്മുൽ ബുഖാരി സദസ്സും മർക്കസിൽ സംഘടിപ്പിക്കുന്നു. അതിന് സഖാഫി സംഗമത്തിൽ എല്ലാ സഖാഫികളും പങ്കെടുക്കണം. ഖത്മുൽ ബുഖാരി വൈകുന്നേരം 4 മണിക്ക്, അതിനുശേഷം മഗ്രിബിന് ശേഷം ദൗറത്തുൽ ഖുർആൻ എന്ന ഒരു പ്രത്യേകമായ പരിപാടി. അത് രണ്ടിനും പൊതുജനങ്ങൾക്കും സംബന്ധിക്കാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സദസ്സിന് തന്നെ സഹായം ചെയ്തിട്ടുള്ള ജിദ്ദ ICF, അതുപോലെ കടവത്തൂരിലെ കാക്കേരി ആയിഷ എന്ന ഒരു സ്ത്രീ ഇന്നലെ മരണപ്പെട്ടു പോയി. നമ്മളെ വളരെ സഹായിക്കുന്നവരാണ്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി പലരും സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, കാശ് തന്നിട്ടുണ്ട്, എല്ലാവിധ ഒത്താശകളും ചെയ്തു തന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അർഹമുർ റഹീമായ അല്ലാഹു അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. അതിന്റെ ഇടയ്ക്ക് ഒരു ദുആന്റെ മുമ്പ് ഒരു ചെറിയ പരിപാടി, ദാറുൽ ഫലാഹ് വയനാട്ടിലെ ഒരു സ്ഥാപനമാണല്ലോ, ആ സ്ഥാപനത്തിൽ പുതുതായി ഒരു ഹിഫ്ളുൽ ഖുർആൻ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ ഫോം നമ്മുടെ
വക്രാജിയ ക്രാജിൻ്റെതാണെന്നില്ലേ? ആ ദാറുൽ ഫലാഹ് ഹിഫ്ളുൽ ഖുർആൻ കോളേജ്. അല്ലാഹു അക്ബർ. മാംസം തന്ന സത്താർ ഹാജി, അരി തന്ന ആളുകൾ, കാശ് തന്നവർ, ഈ സ്ഥലം അനുവദിച്ചു തന്നവർ, അങ്ങനെ വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും അർഹമുർ-റഹീമായ അല്ലാഹ് നീ നിന്റെ പൊരുത്തം പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബേ, കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഞങ്ങളുടെ പ്രവർത്തകരും ഇവിടെ വന്നെത്തിയ എല്ലാ ആളുകളെയും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടുത്തെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ആളുകളൊക്കെ വന്നത്. ഈ ബുദ്ധിമുട്ട് നീ അറിയുന്നവനാണ്. എല്ലാ വിഷമങ്ങളും സഹിച്ച് ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും ദോഷം പുറത്തു തരണേ അല്ലാഹ്.